നമുക്കിനി നിളാതീരത്തേക്ക് പോവാം, നാവാമുകുന്ദന്റെ മണ്ണിലേക്ക്. ഈ വിശാല വിരാട ഹിന്ദു സംഗമം. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വല്ലാത്തൊരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ടീം ജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രഖ്യാപിതമായൊരു നിലപാടുണ്ട്. അത് ഈ രാജ്യത്തിന് അനുകൂലമാണ്, നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രമാണ് ആദ്യം. അതിന് വിട്ടൊരു കളിയില്ല എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിള അവിടെ ഒരു എന്താ പറയുക, ഒരു മഹാമാഘ മഹോത്സവം നടക്കാൻ പോകുന്നു. ദക്ഷിണ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാമി ആനന്ദവനം അവിടെ നേതൃത്വം നൽകുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ, സാറിന് ഓർമ്മയുണ്ടല്ലോ, സാർ നമ്മൾ തീരുമാനം എടുക്കുകയാണ്, നിള ആരതി നമ്മൾ ഫുൾ കവറേജ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം വളരെ ശുഷ്കമായ ആളുകളെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ കാണുന്ന സ്ഥിതി ഒരു നിളയ്ക്ക് ചുറ്റും ഒരു കടല് വന്ന പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈവ് ബാഗ് കണക്ട് ചെയ്താൽ അത് തന്നെ ഫ്രീസ് ആവുന്ന രീതിയിലേക്ക് ഒരുപാട് പരാതികൾ വരുന്നു. അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മൊബൈൽ ഫോൺ ഒരുപാട് വന്ന് കൂടുമ്പോൾ അവിടെ ഇത് ജാമാവും. അതുകൊണ്ട് തന്നെ അതുപോലുള്ള സിമ്മാണ് ഈ ലൈവ് ബാഗിലും വെച്ചിരിക്കുന്നത്. അതും ഫ്രീസ് ആകും. പക്ഷേ കാക്കുന്നുണ്ട് അതിലല്ല, ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകള് എല്ലാവരും നമ്മളെ വിളിച്ചു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ജനൻ ടിവിയിലൂടെ നിള ആരതി കണ്ട് ഒരുപാട് പേര് വിളിക്കുകയാണ്. അപ്പൊ ആ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് കൂടിയല്ലേ സാർ? എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അവിടെ പോകാൻ നമ്മൾ നിർബന്ധിതരാക്കി എന്നുള്ളതാണ് അതിലും വലിയൊരു സംഗതി. നിള ആരതി കണ്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാന പ്രശ്നം രീതിയിലേക്ക്. ഇന്നലെയും കോൾ വന്നു, ലൈവ് ഉണ്ടാകുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്പം വൈകി ഇന്നലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത് എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ശബരിമല പ്രക്ഷോഭ സമയത്ത് സർക്കാർ ഭയങ്കര ഉരുക്കുമുഷ്ടിയിലാണുള്ളത്, ആക്ടിവിസ്റ്റുകളെ കയറ്റുമെന്നുള്ള. അപ്പോൾ അതിനെതിരെയുള്ള വലിയ ഭക്തജന പ്രക്ഷോഭവും BJPയും ഹൈന്ദവ സംഘടനകളൊക്കെ വലിയ പ്രതിരോധമൊക്കെ തീർക്കുന്ന ഒരു വല്ലാത്തൊരു പ്രക്ഷുബ്ധമായ സമയം. അന്ന് കേരളത്തിൻ്റെ ഏതാണ്ട് ഒരു 70% വീടുകളിലും രാത്രി ഹരിവരാസനം ജനൻ ടിവിയിലൂടെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു കിടന്നിരുന്നത്. അതായത് വീടിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു. അപ്പം അന്ന് അത്രയും ജനം ടിവിയിൽ ഹരിവരാസനം കാണുക എന്ന് പറഞ്ഞാൽ, പിന്നീട് നമ്മൾ ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ചാൽ കൈരളി TV അടക്കം ഹരിവരാസനം കാണിക്കാൻ തുടങ്ങി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ, സാറ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കൈരളി TV ഒരു ചാനല്, അതും ആ സീസണിൽ. അതിന് ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഈ തീരുമാനം എടുത്തവർക്ക് മനസ്സിലായില്ലെങ്കിലും, ഈ ജനൻ ടിവിയിൽ വന്നിരുന്ന ഹരിവരാസനം കാണുന്നതിൽ നല്ലൊരു ശതമാനം നാന്തരം പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും നിളാതീരത്തേക്ക് തന്നെ പോകാം. അരുൺ ആലത്തൂരും സംഘവും അവിടെ തയ്യാറാണ്. അരുൺ, ദിവസങ്ങളായി അരുൺ ആലത്തൂരും ഇടയ്ക്ക് ശിവദാസ് കന്മനവും ഈ വിശേഷങ്ങൾ, ഈ കാഴ്ചകൾ, ഈ ധന്യ മുഹൂർത്തം, ഈ ആ ത്രിസന്ധ്യയിലെ നിളാ പൂജയും നിള ആരതിയും പ്രേക്ഷകരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നു, ഓരോ പ്രേക്ഷക മനസ്സുകളിലേക്കും എത്തിക്കുന്നു. ഇന്നെന്തൊക്കെയാണ് ഉള്ളത്? ഇന്നലെയൊക്കെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു എന്ന് മനസ്സിലാവുന്നു. ഇന്ന് എന്തൊക്കെയാണ് ചടങ്ങുകൾ, എന്താണ് രാവിലെ അവിടെ നിന്നുള്ള പുതിയ വിശേഷം, വർത്തമാനം, മംഗളവാർത്ത? തീർച്ചയായിട്ടും 11ാം ദിനത്തിലേക്ക് കടക്കുകയാണ് ഈ കുംഭമേള. ഏതായാലും കേരളത്തിൻ്റെ കുംഭമേള ഈ 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും തിരക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ലക്ഷങ്ങളാണ് ദിവസവും നിള സ്നാനത്തിനും നിള ആരതിക്കുമൊക്കെ ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നത്. നേരത്തെ ശ്യാമും പ്രദീപ്ജിയും പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇവിടേക്ക് ഇന്നിപ്പോൾ ഈ സാധാരണ എല്ലാ ദിവസവും നമ്മൾ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മുൻവശ ഭാഗത്തു നിന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ ലൈവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ നവാമുകുന്ദ ക്ഷേത്രത്തിന് നേരെ മറുകരയിൽ, ഭാരതപ്പുഴയുടെ മറുകരയിലായിട്ടുള്ള ശിവക്ഷേത്രവും അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും ഒത്തിണങ്ങിയിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്നാണ്. തവനൂർ മേഖലയാണ്, തവനൂക്കര എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നിപ്പോൾ ലൈവ് കയറുന്നത്. ഏതായാലും നമ്മൾ ഈ ലൈവിനായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളോട് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ജനം TV മാത്രമേ ഇത് നല്ല രീതിയിൽ കവറേജ് ചെയ്യുന്നുള്ളൂ, മറ്റു മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അതൊന്ന് പറയണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ പറഞ്ഞു നമ്മൾ ലൈവ് പറഞ്ഞ കാര്യമില്ല, അത് അവർക്ക് തന്നെ തോന്നേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് ഞാൻ കടന്നു വന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങുകളും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ മഹാമാഘ
മാഘ മഹോത്സവത്തിൽ ഇന്നിപ്പോൾ ജയ ഏകാദശിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുത്തനും മുത്തിക്കും പൂജയാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. ജയ ഏകാദശിയും രോഹിണി നക്ഷത്രവും എന്നീ പുണ്യയോഗങ്ങളിലാണ് ഈ മുത്തനും മുത്തിക്കും പൂജ നടക്കുക. രാവിലെ 6 മണി മുതൽ തന്നെ ഇപ്പോൾ പൂജ ആരംഭിച്ചിട്ടുണ്ട്. 11 മണി വരെ ആദ്യം പൂജ ഉണ്ടാവും. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണി മുതൽ പിന്നീട് 2 കാലങ്ങളിലായിട്ടും ഈ മുത്തനും മുത്തിക്കും പൂജ നടക്കും എന്നുള്ളതാണ്. കൃഷി സമൃദ്ധിക്കും സന്താന ലബ്ധിക്കും ഉൾപ്പെടെയാണ് ഈ കേരളത്തിൻ്റെ തനത് ദ്രാവിഡ സമ്പ്രദായത്തിൽ അനുഷ്ഠിക്കുന്ന ഈ അതിപുരാതന പൂജ നടക്കുന്നത്. ഈ പൂജയ്ക്ക് നേതൃത്വം നൽകുന്ന ആചാര്യൻ പറക്കൽ പ്രദീപ് പണിയെയാണ്. ഏതായാലും ഈ നമുക്ക് ഈ കുംഭമേളയിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെയും പൂജകളും മറ്റ് കർമ്മങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഏതായാലും പണിയ വിഭാഗത്തിൽ നിന്നുള്ള അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാവർക്കും നമുക്കറിയാം, എല്ലാ വിഭാഗങ്ങളുടേതായ പലതരത്തിലുള്ള പൂജകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഇവിടെ ഓരോ ദിനങ്ങളിലായിട്ട് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം അനുഷ്ഠാനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ തവനൂറിലേക്ക് വരുന്ന സമയത്ത് ഇവിടം വളരെ പവിത്രമായിട്ടുള്ള ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തവനൂർ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ യാഗഭൂമി എന്നുള്ളതാണ് തവനൂർക്കരയെ അറിയപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയായിട്ട് ഈ പ്രദേശത്തെ പറയുമ്പോൾ അതിന് പിന്നിലൊരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ വളരെ ചുരുക്കി ആ ചരിത്രം കൂടി പറയാമെന്നുള്ളതാണ്. അതായത് കേരളക്കരയുടെ സൃഷ്ടിക്ക് ശേഷം പരശുരാമൻ ഈ ദേശത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായിട്ടൊരു യാഗം നടത്താൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് യാഗം നടത്താൻ ആദ്യം തിരഞ്ഞെടുത്തത് ആനമല നിരകളായിരുന്നു. അവിടുത്തെ ത്രിമൂർത്തി മലയിലായിരുന്നു യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. യജമാന പത്നിയായി സരസ്വതിയും കൂടെ വന്ന ദേവതകളായ ലക്ഷ്മിയും പാർവതിയും ഇന്ദ്രപത്നിയായ ശുചീദേവിയും യാഗസ്ഥലത്തെത്താൻ താമസിച്ചതിനെ തുടർന്ന് യാഗത്തിന് തടസ്സം വന്നു. വൈകി വന്ന ദേവതകളെല്ലാം നദികളായി കേരള കരയിലേക്ക് ഒഴുകട്ടെ എന്നുള്ള രീതിയിൽ ശാപം ഉണ്ടായി. പിന്നീട് പരശുരാമൻ വീണ്ടും യാഗഭൂമി കണ്ടെത്തി മുടങ്ങിയ യാഗം നടത്താൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. ഉത്തമ ഭൂമി അന്വേഷിച്ച് ദേവതകൾ നദിയായി മാറിയ പേരാറിൻ്റെ തീരത്തുകൂടി സഞ്ചരിച്ച് ബ്രഹ്മാവ് എത്തിയത് ഇന്ന് തവനൂർ എന്നറിയപ്പെടുന്ന അന്നത്തെ താപസന്നൂരിലാണ്. സപ്തർഷികളും നവയോഗികളും അനേകം ഋഷിവര്യന്മാരും തപസ്സരും തപം ചെയ്ത് ഈ ഭൂമി എന്നാണ് ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയായി തിരഞ്ഞെടുത്തത്. ഏതായാലും ബ്രഹ്മാവ് ഇവിടെ യാഗം നടത്തിയത് പുണ്യമാസമായ മാഘമാസത്തിലായിരുന്നു. യാഗത്തിൽ പങ്കെടുക്കാൻ സമസ്ത ദേവതകളും താപസന്നൂരിൽ എത്തിയെന്നുള്ളതാണ്. തിരുനാവായ ദേശങ്ങളിൽ എത്തിച്ചേർന്നതിനാൽ തന്നെ നിളയിൽ ഈ ഇവരുടെ എല്ലാം സപ്ത നദികളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ എല്ലാ നദികളും എത്തിച്ചേർന്നതുകൊണ്ടാണ് ഈ നിളയെ ഇവിടെ എത്തിയപ്പോൾ പിന്നീട് നിള എന്ന പേര് മാറി ഭാരതപ്പുഴയായി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഭാരതപ്പുഴ എന്ന് എപ്പോഴും ഉച്ചരിക്കുന്ന വാക്കാണ്. പക്ഷേ ആ ഭാരതപ്പുഴ ഉണ്ടായതുപോലും അതിന് കൃത്യമായ ഒരു ഐതിഹ്യമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പണ്ട് യാഗത്തിനെത്തിയ ദേവതകളുടെ ചൈതന്യം ഉയർന്നു നിൽക്കും. കൂടാതെ ഈ കാലത്ത് ഭാരതത്തിലെ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാവുമെന്നുൾപ്പെടെയാണ് ഇതിന് പിന്നിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഇതിന് പിന്നിൽ കൃത്യമായ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഈ പുണ്യഭൂമിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ പുണ്യഭൂമിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു വന്ന പോലെ ഈ ആനമലകളിൽ നിന്നാണ്, അവിടുത്തെ ത്രിമൂർത്തി മലയിൽ നിന്നാണ് ഈ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അത് കൃത്യം എത്തിച്ചേരുന്നത് നവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴയുടെ ഒരു കരയിൽ, മറുകരയിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, ഇപ്പോൾ തൊട്ടടുത്തായിട്ട് ശിവൻ്റെ ക്ഷേത്രം. അങ്ങനെ ത്രികോണാകൃതിയിൽ ഈ 3 ക്ഷേത്രങ്ങളും വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടം ത്രിമൂർത്തി സംഗമ സ്ഥാനം എന്നറിയപ്പെടുന്നത്. അതിൽ തന്നെ ഈ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ 4 മുഖങ്ങളാണ് ബ്രഹ്മാവിനുള്ളത്. നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണെങ്കിൽ ഇവിടെ ചതുർമുഖനായ ബ്രഹ്മാവാണ് എന്നുള്ളത് അത് അത്യപൂർവമാണ് ഈ ക്ഷേത്രം എന്നുള്ളത് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട പ്രതിഷ്ഠയാണ് ഇവിടെ ബ്രഹ്മാവിൻ്റേത് എന്നുള്ളത് കൂടെ ഉണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം കൂടി കേൾക്കാം എന്നുള്ളതാണ്. ചേട്ടാ എവിടെ നിന്നാണ്? ഞാൻ തിരുവാലി. എങ്ങനെയാണ് ഈ കുംഭമേളയുടെ ഓരോ ദിവസങ്ങളിലെയും തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലേ? കൂടി വരുന്നുണ്ട്. നല്ല ഇന്നിപ്പം ഇന്ന് വന്നാണ് ആളുകളുണ്ട്. രാവിലെ സ്നാനമൊക്കെ ചെയ്യാൻ പറ്റും? അത് പോവാണ്. എങ്ങനെയുണ്ട്? രാലത്തൂര് പേര് രാജൻ, കോട്ടായി, പാലക്കാട്. വളരെ ഗംഭീരമായി,
നമ്മുടെ സേവാഭാരതി അതുപോലെ ഇത് നടത്തിപ്പുകാർ കംപ്ലീറ്റ് വിചാരിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞു കേരളത്തിൽ. അത്ര പറയാനുള്ളൂ. സ്നാനമൊക്കെ ചെയ്തു, സ്നാനം ചെയ്തു, ബലിതർപ്പണം ചെയ്തു, എല്ലാം ചെയ്തു. പാലക്കാട് തന്നെയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, വടക്കുന്നാഥൻ്റെ താഴെ നിന്നാണ്. 3 തട്ടമാണ് ഞങ്ങൾക്ക്. വടക്കുന്നാഥൻ, പാറമേക്കാവ്, തിരുവമ്പാടി. അതിൻ്റെ സെൻറ്ററിലാണ് താമസിക്കുന്നത്, വിവേകോദയ സ്കൂളിൻ്റെ അടുത്ത്. ഇതിപ്പോൾ കൊല്ലങ്ങൾ എത്രയോ വർഷങ്ങളായി. ഭയങ്കര ഉണർച്ച. ഇനി പറയാനില്ല, വാക്കുകളില്ല, പറയാൻ വാക്കുകളില്ല. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ദർശനം കഴിഞ്ഞു, ശിവൻ്റെ. ഇപ്പോൾ നാവാമുകുന്ദൻ്റെ അടുത്തേക്ക് പോവാണ്. വളരെ സന്തോഷം. കോട്ടയം ജില്ല മുണ്ടക്കയത്തുനിന്ന്. ഇത് ഒരു തിരുനാവായല്ല തവൻ സ്നാനമൊക്കെ ചെയ്ത് ഇന്നലെ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു, ലക്ഷക്കണക്കിന്. ഇതൊരു കണ്ടിട്ട് തന്നെ അത്ഭുതമായിട്ട് വന്നു. ഇതിന് വലിയ കാലങ്ങളിൽ ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. എല്ലാ രീതിയിലും നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. ആരതിയിൽ ഇന്നലെ പങ്കെടുത്തല്ലോ. ആരതി ഭംഗിയായിട്ട് ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ കാണാനുള്ള നല്ല രീതിയിൽ കാണാൻ പറ്റി. മഹാഭാഗ്യം, ഹിന്ദുക്കളുടെ ഒരു മഹാഭാഗ്യമാണ്. എല്ലാവരും വന്ന് ഈ പങ്കെടുക്കാനായിട്ടാണ്. എല്ലാവരും വന്ന് ഈ പങ്കെടുക്കണം. ഹിന്ദുക്കളായ എല്ലാ മനുഷ്യരും ഈ എഴുതി പങ്കെടുക്കണം. സേവാഭാരതിയുടെ സർക്കാരിൻ്റെ ഒരു സഹായം ഇല്ലാതെ ഈ സേവാഭാരതി നല്ല രീതിയിൽ ഇത്ര ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നതിൻ്റെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ സേവാഭാരതിക്ക് 1000 ആശംസകൾ നേരുന്നു. തന്നെയാണ്. സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഇവിടെ ഭക്ഷണമാണെങ്കിലും മറ്റുമൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് തോന്നുന്നു? ഇല്ല, ഞങ്ങളിപ്പോൾ ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് സ്നാനം ചെയ്യാനും ആരതി കാണാനും ഒക്കെ വന്നതാണ്. നമുക്ക് ഹരിദ്വാറിലോ ഋഷികേശിലോ കാശിയിലൊന്നും പോവാതെ നമ്മൾ അടുത്ത് തന്നെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടായല്ലോ. അതിൽ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. നമ്മൾ വേണ്ടത്ര നമ്മളെ സനാതനധർമ്മം നിലനിർത്താനുള്ളൊരു സംവിധാനമായിട്ട് ഇതിനെ കാണുകയാണ്. കുംഭമേളയിൽ എവിടെയെങ്കിലും പങ്കെടുത്തില്ല. അതാണ് അവരൊരു സങ്കടത്തിലിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ നമ്മൾ വിചാരമുള്ളവരുണ്ട്, പോകാൻ പറ്റാത്തതിൽ ഖേദമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആത്മസംതൃപ്തി ആവാൻ പറ്റുന്നൊരു സമയം. ഈ മറ്റ് ഇടങ്ങളിൽ പ്രയാഗ്രാജിൽ ഉൾപ്പെടെ കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് കൂടെയുണ്ട്. എവിടെ നിന്ന് വരികയാണ്? ഞങ്ങൾ പാമ്പാടിയിൽ നിന്ന്. ഈ ഒരു ഇവിടെ എത്തിയിട്ട് രാവിലെ എത്തിയാണോ? എത്തിയതേ ഉള്ളൂ. ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ തൊഴുതിട്ട് സ്നാനം ചെയ്യാമെന്നോർത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ TV-യിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ മനസ്സിലാക്കി അങ്ങനെ എത്തിയാണ്. അതെ 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 അങ്ങനെ തന്നെ. കോട്ടയം പാമ്പാടി. വളരെ മികച്ച ആസൂത്രണമാണ്. അപ്പം എല്ലാം കൊണ്ട് വളരെ സന്തോഷമായി തന്നെയാണ്. ഏതായാലും സ്നാനം ഉൾപ്പെടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വേദമന്ത്ര ജപങ്ങളോടുകൂടിയുള്ള സ്നാനം 8:30 ആരംഭിക്കുക. ആ വേദമന്ത്ര ജപങ്ങളോടുള്ള സ്നാനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ് വിശ്വാസികൾ ഓരോ ദിവസവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം സാധാരണ ഈ സ്നാനത്തിനൊന്നും കൃത്യമായി സമയക്രമങ്ങളില്ല. ഏത് സമയത്തും ഈ പുണ്യഭൂമിയിൽ മാഘമാസത്തിൽ ഏത് സമയത്തെത്തിയാലും സ്നാനം ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഏത് സമയത്തും സ്നാനം ചെയ്യാമെങ്കിലും 8:30 ശേഷം വേദമന്ത്ര ജപങ്ങളോടുകൂടിയുള്ള സ്നാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേദമന്ത്ര ജപങ്ങളോടെയുള്ള സ്നാനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിന് ആളുകൾ കുറച്ചധികം അങ്ങനെ സ്നാനം നടത്താൻ അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ എപ്പോഴും രാവിലെ സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നവമുകുന്ദൻ്റെ അവിടെ ബലിതർപ്പണം ഉൾപ്പെടെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും വർഷത്തിൽ 365 ദിവസവും അവിടെ ബലിതർപ്പണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കുംഭമേളയ്ക്ക് എത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ബലിതർപ്പണ ചടങ്ങുകളിൽ ഉൾപ്പെടെ ഭാഗവാക്കാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കുംഭമേളയുടെ 11ാം ദിനവും മാറുകരയിൽ നിന്ന് ഈ മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് ഒട്ടനവധി ആളുകൾ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാണിച്ചത് പാമ്പാടിയിൽ നിന്നെത്തിയ ഭക്തരെയാണ്. എന്ന് മാത്രമല്ല, അരുൺ വളരെ തന്മയത്വമായി നിൽക്കുന്ന നാടിന്റെ നിൽക്കുന്ന കരയുടെ വിശേഷവും പ്രത്യേകതയും ഐതിഹ്യവും അടക്കം ത്രിമൂർത്തി സംഗമമാണ്. അത് പലർക്കും അറിയില്ലായിരുന്നു. നാവാമുകുന്ദനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ബ്രഹ്മാവും പരമശിവനും ഒക്കെ അവിടെ ഉണ്ടെന്നും അതൊരു ത്രികോണ മറഞ്ഞുപോയ പല സത്യങ്ങളും സ്വത്വബോധം വീണ്ടെടുക്കുക എന്ന് പറയില്ല സാർ. അതെ, അപ്പം ഭാരതം അതിന്റെ സ്വത്തും തിരിച്ചറിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ എല്ലാ പ്രതിഫലനവും എല്ലാ സ്ഥലത്തും ഉണ്ട്. യുവാക്കളെത്തുന്നു. എനിക്ക് ഓർമ്മ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞോട്ടെ. എന്താണ് മതേതരത്വം? അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാടെ മതമാണ് മതം.
വേറെ ഒരു മതമല്ല. പിന്നൊന്ന്, ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞാൽ അത് വിപ്ലവമായി മതേതരത്വം. അല്ല, പ്രേക്ഷകർ എനിക്ക് ഇവർ രണ്ടുപേരും രാവിലെ കുളിച്ച് കുറി തൊട്ട് വന്ന് ഇവിടെ വർഗീയത പറയണം. പക്ഷെ ഒരു നെറേറ്റീവ് സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ ഒരു പരിപാടി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റിന് ഒരുപാട് ഗുണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി, എക്കണോമിക്കലി വരെ. അപ്പൊ ആ അർത്ഥത്തിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇതിനെ കാണാൻ ഒരു തുറന്ന മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുംഭമേള പ്രയാഗ്രാജിൽ സൂപ്പർ സ്റ്റാറായി കോടാനുകോടിയാണ് ആ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടായിക്കൊടുത്തത്. ആ തരത്തിലൊരു ചിന്ത ഉണ്ടാവുന്നില്ല. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് സാർ, മതേതരത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതൊരു വല്ലാത്ത വേർഡാണ്, ഒരു അപകടകരമായ വേർഡാണ്. കാരണം ഇവിടെ നമ്മുടെ വിശ്വാസങ്ങളൊന്നും പാലിക്കാൻ പാടില്ല. പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർഗീയവാദി. അപ്പം മതേതരനാവാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അമ്പലത്തിൽ പോകാൻ പാടില്ല, എൻ്റെ വിശ്വാസങ്ങളൊന്നും പറയാൻ പാടില്ല, ഞാൻ ഒന്നൊന്നേ ചെയ്യാൻ പാടില്ല. ഇല്ല, ഇതിനെ തള്ളിപ്പറയണം, കുറ്റം പറയണം, പരിഹസിക്കണം. ഈ പരിഹാസവും പുച്ഛവും മാത്രമല്ല, മറ്റ് വിശ്വാസങ്ങളെ ഞാൻ പ്രകീർത്തിക്കണം. അപ്പോൾ ഈ ഒരു നെറേറ്റീവ് ഉണ്ടാകുമ്പോഴേ ഇയാളൊരു മതേതരവാദി കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഒരു മൊബൈൽ ക്യാമറയെങ്കിലും കൊണ്ടുവച്ചിട്ട് നോമ്പ് പിടിക്കണം, 4 പേരെ അറിയിക്കണം. അതെ, അതിനകത്ത് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന തമാശ എന്താന്ന് വെച്ചാൽ, ഭരണഘടനയിൽ വരെ മതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയി, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമല്ല ഇത് എന്നുള്ളൊരു പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന കാന്തപുരത്തിൻ്റെ വേദിയിൽ പോയി, അവിടെ പോയിട്ടാണ് വി.ഡി. സതീശനെ പോലുള്ള ആളുകൾ ഞങ്ങൾ മതേതരത്വം കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്നത്. എത്ര അത് ഗംഭീരമായി തത്സമയം കവർ ചെയ്യാൻ എല്ലാ ക്യാമറകളും ഉണ്ടായിരുന്നു, എല്ലാ ചാനലുകളും ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തിയിട്ടില്ല, ആരും പോയിട്ടില്ല. പോയി 1-2 ഇപ്പം മനോരമ പോയത് കണ്ടു. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചിലര് നിവൃത്തിയില്ലാതെ പോകുന്നത് കണ്ടു. ആ ആറ്റിറ്റ്യൂഡിന്റെ ഒരു എക്സ്റ്റൻഷനാണിത്. ഇത് കാണിച്ചാൽ ഒരു മാധ്യമത്തിന്റെ പോലും, മാധ്യമം അല്ല, മാധ്യമങ്ങളുടെ, മീഡിയയുടെ പോലും മതേതര സ്വഭാവം നഷ്ടപ്പെടുമോ എന്ന് ശങ്കിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലെത്തുന്നു. നമ്മൾ ശബരിമല ഉദാഹരണമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് ആരെങ്കിലും ഒരു ആക്ടിവിസ്റ്റിനെ കൊണ്ട് ശബരിമലയിലേക്ക് വന്ന ഒരു പക്ഷേ ഈ പറയുന്ന എല്ലാവരും മുന്നിലുണ്ടാവും, ഞങ്ങളെ ചവിട്ടിയിട്ട് കയറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് ശക്തി ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ട്. യെസ് സർ. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാമായിരുന്നു. ഒരു വലിയ ഒരു മേളയായി പരിഗണിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമായിരുന്നു. പക്ഷെ ശ്രമിച്ചത് എന്താണ്? ആദ്യം ഒരു സ്റ്റോപ്പ് മെമ്മോ, പിന്നെ തടസ്സം ഉണ്ടാക്കാൻ നോക്കി. നല്ലതാ.